ചക്കവിൽപ്പനക്കാരനായ ജയൻ തിലകർ ഒരിക്കൽ തന്റെ പഴക്കച്ചവടത്തിനിടയിൽ കയ്യിൽ കിട്ടിയ രാജസ്ഥാനി പത്രത്തിൽ ഒരു വാർത്ത കാണുന്നു. തന്റെ കൂടെ ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന, പിന്നീട് പഴക്കച്ചവടത്തിനും കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരൻ പാസ്പോർട്ട് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ വാർത്ത ജയന്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്ന അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ജീവിക്കുന്ന ജയന്ത് നേരെ രാജസ്ഥാനിലേക്ക് പോകുന്നു, തന്റെ കൂട്ടുകാരൻ എങ്ങനെ ഈ കേസിൽ പെട്ടതെന്നറിയാൻ. എന്നാൽ അവിടെ എത്തിയ ജയൻ തിലകർ അഭിഭാഷകരിൽ നിന്ന് അറിയുന്നത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ എഴുതി വെക്കാൻ പോകുന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളുടെ വിശദാംശങ്ങളായിരുന്നു. പറഞ്ഞു വരുമ്പോൾ രാജ്യത്ത് തന്നെ കെട്ടുപരിചയമില്ലാത്ത ഒരു ഭീമൻ കുറ്റകൃത്യത്തിന്റെ മുഖം, പരിചയപ്പെടുത്തലിന്റെ ആമുഖമെന്നോണം തുടങ്ങുമ്പോൾ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ സിംഹാസനങ്ങളെ പോലും പിടിച്ചുകുലുക്കിയ അബ്ദുൽ കരീം തെഹൽക്കി എന്ന കന്നഡികന്റെ വ്യാജമുദ്രപത്ര നിർമ്മിതിയുടെ ലോകത്തിന്റെ കാഴ്ച കൂടിയാണത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുദ്രപത്ര കുംഭകോണത്തിന് പിന്നിലെ സൂത്രധാരനായ തെൽക്കിയെക്കുറിച്ച് പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്. മുംബൈയിലെ ഒരു നിശാ ക്ലബ്ബ്. അവിടെ ഒരു നർത്തകി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ നൃത്തം കണ്ട് ആകൃഷ്ടനായ ഒരു ആസ്വാദകൻ തൻ്റെ കൈവശമുള്ള നോട്ടുകൾ ഓരോന്നായി അവർക്ക് നേരെ വലിച്ചെറിയുന്നു. 1000-ഓ 10,000-ഓ അല്ല, ആ ഒറ്റ രാത്രിയിൽ അവർക്ക് മുന്നിലേക്ക് എറിയപ്പെട്ടത് 90 ലക്ഷം രൂപയായിരുന്നു. അബ്ദുൽ കരീം തെൽക്കി എന്ന പഴക്കച്ചവടക്കാരനിൽ നിന്ന് കോടികൾ തട്ടിപ്പ് നടത്തിയ വ്യവസായിയെ അടയാളപ്പെടുത്താൻ ഇതിലും മികച്ച മറ്റൊരു രംഗത്തിന്റെ ആവശ്യമുണ്ടോ? 1961 കർണാടകയിലെ ബെൽഗാവിൽ റെയിൽവേ ജീവനക്കാരന്റെ മകനായാണ് തെൽക്കി ജനിച്ചത്. ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു തെൽക്കിയുടെ ചെറുപ്പകാലം. 7 വയസ്സിൽ അയാളുടെ പിതാവിന്റെ മരണം ആ കുടുംബത്തിന്റെ താളം തെറ്റിച്ചു. കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും വിദ്യാഭ്യാസത്തിനും ജോലി ചെയ്തേ മതിയാവൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തെൽക്കിയും അയാളുടെ സഹോദരനും റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ചെറിയ രീതിയിൽ പഴം പച്ചക്കറി വിൽപ്പന തുടങ്ങി. തൻ്റെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ തുക തെൽക്കി ഈ ചെറിയ ജോലികളിലൂടെ കണ്ടെത്തി. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബെൽഗാവിലെ കോളേജിൽ നിന്നും ബികോം ബിരുദം നേടുകയും 1987 വിവാഹത്തിന് ശേഷം സൗദിയിലേക്ക് തൊഴിൽ തേടി പോവുകയും ചെയ്യുന്നു. 7 വർഷത്തിന് ശേഷം സൗദിയിലെ തൻ്റെ ജോലി അവസാനിപ്പിച്ച് തെൽക്കി മുംബൈയിലേക്ക് തിരിച്ചെത്തുന്നു. മുംബൈ കേന്ദ്രീകരിച്ച് വിദേശത്തേക്ക് ആളുകളെ കയറ്റി അയക്കുന്ന ഏജൻസി അയാൾ ആരംഭിക്കുന്നു. പാസ്പോർട്ട് ലഭിക്കാനിടയില്ലാത്ത ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകളെ വൻതോതിൽ വ്യാജരേഖകൾ ചമച്ച് വിദേശത്തേക്ക് കടത്താൻ അയാൾ ശ്രമിക്കുന്നു. ഇതിനിടയിൽ പിടിക്കപ്പെട്ട് അയാൾ ജയിലിലേക്ക്. പിന്നീട് ജയിലിൽ വെച്ചാണ് തെൽക്കിയുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാന വഴിത്തിരിവ് ഉണ്ടാകുന്നത്. 3 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട തെൽക്കി അവിടെ വെച്ച് റാം രത്തൻ സോണിയെ പരിചയപ്പെടുന്നു. അദ്ദേഹത്തിനോടൊപ്പമുള്ള സഹവാസത്തിലാണ് മുദ്രപത്ര മേഖലയിലെ കാണാലോകത്തെക്കുറിച്ച് രത്തൻ സോണിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള വ്യാജ മുദ്രപത്ര നിർമ്മാണത്തിലേക്ക് രണ്ടുപേരും കടക്കുന്നു. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് കേസിൽ ജയിലിലെത്തിയ രത്തൻ സോണിയുടെ സൗഹൃദങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും പുതിയ തട്ടിപ്പിനിറങ്ങാൻ തെൽക്കിക്ക് കൂടുതൽ കരുത്തു പകരുന്നു. കൃത്യമായ പ്ലാനിങ്ങുകളും പുതിയ സംഘങ്ങളുമായി തെൽക്കി തന്റെ പുതിയ തട്ടകത്തിലേക്ക് ഇറങ്ങി. 1994 മുദ്രപത്ര ലൈസൻസ് സ്വന്തമാക്കി. മിന്റ് ഹൗസിനടുത്ത് പുതിയ ഓഫീസ് തുറന്നു. നാസിക്കിലെ ഗവൺമെന്റ് പ്രസ്സിലെ ജീവനക്കാരെ സ്വാധീനിച്ച് തുച്ഛമായ വിലയ്ക്ക് അച്ചടി ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടി. ഒറിജിനൽ ഏതാണ് വ്യാജൻ ഏതാണ് എന്ന് തിരിച്ചറിയാത്ത തരത്തിൽ മുദ്രപത്രങ്ങൾ രാജ്യവ്യാപകമായി അച്ചടിച്ച് വിതരണം ചെയ്തു. വ്യാജ മുദ്രപത്രം നിർമ്മിച്ച് ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, സ്റ്റോക്ക് ബ്രോക്കർമാർ, മറ്റു പണമിടപാട് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പരിധികളില്ലാതെ ഇവ വിറ്റഴിക്കപ്പെട്ടു. തെൽക്കിയുടെ ഈ തട്ടിപ്പിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒത്താശ ഉണ്ടായിരുന്നു. 17,000 കോടി രൂപയാണ് വ്യാജ മുദ്രപത്ര വിതരണത്തിലൂടെ തെൽക്കി സ്വന്തമാക്കിയത്. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് മുദ്രപത്രങ്ങളിൽ കൃത്രിമക്ഷാമം ഉണ്ടാക്കി തന്റെ വ്യാജ മുദ്രപത്രങ്ങൾ തെൽക്കി കുന്നോളം വിറ്റഴിച്ചു. 1995 നാസിക് പ്രസ്സിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുമായി തെൽക്കിയുടെ ബന്ധം വഷളായതിനെ തുടർന്ന് തെൽക്കിയുടെ തട്ടിപ്പിനെ കുറിച്ച് പോലീസിന് വിവരം ചോർന്നു കിട്ടുന്നു. 331 സ്റ്റാമ്പ് പേപ്പറുകളും അയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് തെൽക്കിയുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടു. വെൻഡർ ലൈസൻസ് നഷ്ടപ്പെട്ട തെൽക്കി ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലായി തന്റെ വിശ്വസ്തരുടെ പേരുകളിൽ പ്രൊപ്രൈറ്റർഷിപ്പായി വിവിധ കമ്പനികൾ ആരംഭിക്കുകയും MBAക്കാർ അടക്കമുള്ളവരെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു. ഈ കമ്പനികൾ ലൈസൻസുകൾ നേടുകയും വ്യാജ മുദ്രപത്രങ്ങൾ വില കുറച്ചു കൊടുക്കുകയും ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്തു. അപ്പോഴേക്കും നാസിക്കിലെ സെക്യൂരിറ്റി പ്രസ്സിന് പോലും കണ്ടുപിടിക്കാനാവാത്ത തരത്തിൽ വ്യാജ മുദ്രപത്രങ്ങൾ അച്ചടിക്കാൻ പഠിച്ചു തെൽക്കി. ശേഷം വിവിധ റാങ്കുകളിലുള്ള ഉദ്യോഗസ്ഥരെ യഥേഷ്ടം വിലക്കെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വ്യക്തിയായി വളർന്നു. അതിന് ഉദാഹരണമായിരുന്നു വിവിധ മാധ്യമങ്ങൾ ആഘോഷമാക്കിയ തെൽക്കിയുടെ ടോപ്പാസ് ബാർ സംഭവം.
തെൽക്കിയുടെ കയ്യിലുള്ള പണത്തെക്കുറിച്ച് വാർത്തകൾ പുറത്തു വന്നതിനോടനുബന്ധിച്ച് പണത്തെ ചൊല്ലി തെൽക്കിക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടായി. തുടർന്ന് തെൽക്കിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഉദ്യോഗസ്ഥരെയെല്ലാം കൂടുതൽ പണം കൊടുത്ത് പിന്നീട് തെൽക്കി കൂടെ നിർത്തിയെങ്കിലും പ്രതിപക്ഷത്തിന്റെയും സത്യസന്ധരായ മറ്റു ഉദ്യോഗസ്ഥരുടെയും ഇടപെടൽ തെൽക്കിക്ക് വിനയായി മാറി. തെൽക്കിയുടെ സുഹൃത്തും അയൽവാസിയുമായിരുന്ന ജയൻ തിലകർ തെൽക്കിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കി വിവിധയിടങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ പലരും അത് ഗൗനിച്ചില്ലെങ്കിലും മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. മാധ്യമങ്ങളുടെ വലിയ രീതിയിലുള്ള ഇടപെടൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയും തെൽക്കിയെ അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. 1997 മുതൽ നിരവധി കേസുകൾ തെൽക്കിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും 2001 നവംബറിൽ രാജസ്ഥാനിലെ അജ്മീറിൽ വെച്ചാണ് തെൽക്കി ആദ്യമായി അറസ്റ്റിലായത്. അജ്മീർ ദർഗയിൽ തെൽക്കി ഉണ്ടെന്ന വിവരമനുസരിച്ച് അവിടെ എത്തിയ പോലീസ് തന്ത്രപരമായി അയാളെ അറസ്റ്റ് ചെയ്തു. ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തിരുന്നത് കർണാടക പോലീസിന്റെയും മുംബൈ പോലീസിന്റെയും സ്പെഷ്യൽ ടീമായിരുന്നു. ഇതിനോടകം ഏറെ ശ്രദ്ധ നേടിയ തെൽക്കി കേസ് CBIക്ക് കൈമാറാൻ സർക്കാർ നിർബന്ധിതരായി. മണിക്കൂറുകൾ നീളുന്ന തെൽക്കിയുടെ ഫോൺ സംഭാഷണങ്ങൾ കേട്ട് CBI ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചറിയുന്നു. ജയിലിലായിരുന്ന സമയത്ത് പോലും തെൽക്കി അയാളുടെ ബിസിനസ് നടത്തിയിരുന്നതായും അവർ കണ്ടെത്തി. കോടതിയുടെ അനുവാദത്തോടെ നുണപരിശോധന നടത്തിയതിനെ തുടർന്ന് തെൽക്കിയുമായി ചേർന്ന് പ്രവർത്തിച്ച പോലീസും രാഷ്ട്രീയ നേതാക്കളും അടങ്ങിയ വലിയൊരു മാഫിയയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവരിൽ പലരെയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്തു. തെൽക്കിയുടെ അറസ്റ്റോടെ കോടികളുടെ വ്യാജമുദ്രപത്ര കുംഭകോണത്തിന്റെ യഥാർത്ഥ രൂപം പുറത്തു വന്നു. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ വ്യാജമുദ്രപത്രം അച്ചടിക്കുന്ന സംഘത്തിലെ ഒരംഗം മാത്രമാണ് താൻ എന്നായിരുന്നു തെൽക്കി പോലീസിനോട് പറഞ്ഞത്. കേസുമായി രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറി. സ്റ്റാമ്പിറ്റ് എന്നായിരുന്നു വ്യാജമുദ്രപത്ര കേസിന് അന്വേഷണ സംഘം നൽകിയ പേര്. 29 വർഷം തടവും 202 കോടി രൂപ പിഴയും ചുമത്തപ്പെട്ട തെൽക്കിക്ക് 2002 HIV കണ്ടെത്തുകയുണ്ടായി. ഇതിനു പുറമെ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും പിടിപെട്ടു. 2017 ഒക്ടോബറിൽ തന്റെ 56-ാം വയസ്സിൽ തെൽക്കി മരണപ്പെടുന്നു. തെൽക്കിയുടെ മരണം അവശേഷിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: മരണത്തെ തുടർന്ന് തെളിവുകളുടെ അഭാവത്തിൽ തെൽക്കിയുടെ മേൽ ചുമത്തപ്പെട്ട കേസുകളെല്ലാം ഒഴിവാക്കപ്പെട്ടല്ലോ. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ടല്ലോ. അവസാന ചോദ്യം ഇതാണ്: തെൽക്കിക്ക് എന്താവും സംഭവിച്ചത്?